നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജിം ട്രെയിനറായ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 500-200 രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കൊടകര നെല്ലായി സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ ഹരിദാസ് റിമാൻഡിൽ. ക്രിമിനൽ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാട്ടാന ഭീതി ഒഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് കേരളോത്സവത്തിൽ കായിക ഇനത്തിൽ പങ്കെടുത്ത 19 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജിം ട്രെയിനറായ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒന്നാംകല്ല് ചങ്ങാലി മടപതി ക്ഷേത്രത്തിന് സമീപം ചങ്ങാലി വീട്ടിൽ മണി കുമാരി ദമ്പതികളുടെ മകൻ 27 വയസ്സുള്ള മാധവിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മരണകാരണം പാമ്പുകടിയേറ്റതാണെന്ന് സംശയം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ജിം ട്രെയിനറായ മാധവ് ദിവസവും 4-നുണർന്ന് ജിമ്മിൽ പോകാറുള്ളതാണ്. എന്നാൽ ഇന്ന് 4:30 എഴുന്നേൽക്കാതെ വന്നതിനെ തുടർന്ന് അമ്മ മാധവിനെ വിളിച്ചു. വാതിൽ തുറക്കാതെ വന്നപ്പോൾ അയൽവാസികളുടെ സഹായത്തോടെ തള്ളി തുറക്കുകയായിരുന്നു. വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് താമസം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 500-200 രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കൊടകര നെല്ലായി സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ ഹരിദാസ് റിമാൻഡിൽ. പ്രതി കൊളത്തൂരിലുള്ള വീട്ടിൽ സ്കാനറും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് 500 രൂപയുടെ 151 ഇന്ത്യൻ കറൻസി നോട്ടുകളും 200 രൂപയുടെ 20 ഇന്ത്യൻ കറൻസി നോട്ടുകളും വ്യാജമായി നിർമ്മിച്ച് വിനിമയം ചെയ്യുന്നതിനായി സൂക്ഷിച്ചതിനാണ് കൊടകര നെല്ലായി ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ ഹരിദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നത്. പിന്നീട് ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീട്ടമ്മയുടെ സ്വർണമാല പൊട്ടിച്ച കേസിലും ഒളിവിൽ കഴിഞ്ഞു വരവെ ഹരിദാസ് പിടിയിലായിരുന്നു. പ്രതി വീട്ടിലേക്കുള്ള റോഡ് മാർഗം ഒഴിവാക്കി പാടവരമ്പിലൂടെ രാത്രി വീട്ടിൽ വന്നു പോകുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് അന്വേഷണ സംഘം 2 മണിക്കൂറോളം പാടത്ത് ഇരുട്ടിൽ കാത്തിരുന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഊരകം കരുവന്നൂർ ചെറിയപാലം സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അച്ചു എന്ന അക്ഷയയെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. ചേർപ്പ്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അക്ഷയ്. കാപ്പ ചുമത്തുന്നതിനും ഉത്തരവ് നടപ്പാക്കുന്നതിനും ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ MS ഷാജന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാന പങ്ക് വഹിച്ചു. കാട്ടാന ഭീതി ഒഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. കുട്ടിയാനകളടക്കം 4 ആനകളാണ് പെരുന്തുമ്പയിലെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി കുതിരാനിൽ ഒറ്റയാനിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പെരുന്തുമ്പയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വാഴാനി മേഖലയിൽ നിന്നാണ് കുതിരാനിലേക്ക് ആനകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങളിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ നടപടി. ചെമ്മാപ്പിള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ കഴിഞ്ഞ 50 വർഷമായി മത്സ്യബന്ധനം നടത്തിയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ സ്വന്തമായുള്ള പഴയൊരു വള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഗ്രാമസഭകളിൽ 100% മാർക്ക് നേടി ഉപഭോക്തൃ വിഹിതമായ 7500 രൂപയും കാഞ്ചനയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റിയിരുന്നു.
എന്നാൽ പിന്നീട് ഉപഭോക്തൃ വിഹിതമായ പണം തിരികെ മകനെ ഏൽപ്പിക്കുകയും കാഞ്ചനയ്ക്ക് വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയുമായിരുന്നു. മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തയായതിനെ തുടർന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട വിഷയം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ചതിനു ശേഷം കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി വള്ളവും വലയും കാഞ്ചനയ്ക്ക് കൈമാറി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം, BJP പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അനിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ് കൊല്ലന്തറ, രാമചന്ദ്രൻ കോവിൽപറമ്പിൽ, ആർച്ച അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് LP സ്കൂൾ, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ, സെയിന്റ് മേരീസ് LP സ്കൂൾ, ഗവൺമെന്റ് ഈസ്റ്റ് LP സ്കൂൾ, ഫാസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി നടക്കുന്നു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് AEO നിഷ PB പതാക ഉയർത്തി. MLA സനീഷ് കുമാർ ജോസഫ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചിന്തപാട്ട് കലാകാരി ഹൃദ്യ ശലിൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, നഗരസഭാ കൌൺസിലർമാരായ നിത പോൾ, TD എലിസബത്ത്, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ CGPC, ചാലക്കുടി BBC ലിജോ ജോസ്, ജനറൽ കൺവീനർ സിസ്റ്റർ ജോസ്ലിൻ, HM ഫോറം കൺവീനർ ശ്രീകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പ്രതിനിധി രതീഷ് മേനോൻ MR, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ C സോഫിയ, LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്ബിൻ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക പ്രതിനിധി ഷീബ NS, പ്രധാന അധ്യാപിക പ്രതിനിധി റാണി ജോൺ, അധ്യാപക പ്രതിനിധികളായ ശ്രീമോൾ PS, അനിലാഷ് KM, ബിന്ദു VS, ദിലീപ് KU, ബിജു വർഗീസ്, സുനീഷ് PP, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, LP സ്കൂൾ PTA പ്രസിഡന്റ് ഷൈൻ CJ എന്നിവർ പ്രസംഗിച്ചു. നവംബർ 7 നടക്കുന്ന സമാപന സമ്മേളനത്തോടെ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് തിരശീല വീഴും. പറപ്പൂക്കര പഞ്ചായത്ത് കേരളോത്സവത്തിൽ കായിക ഇനത്തിൽ പങ്കെടുത്ത 19 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് ബാറ്റ്, ക്രിക്കറ്റ് ബോൾ എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരളോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ, ബീന സുരേന്ദ്രൻ, VJ ദിനേശ്, നിതിൻ CN എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 90 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജിം ട്രെയിനറായ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 500-200 രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കൊടകര നെല്ലായി സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ ഹരിദാസ് റിമാൻഡിൽ. ക്രിമിനൽ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു.
കാട്ടാന ഭീതി ഒഴിയാതെ കുതിരാൻ വാണിയമ്പാറ പെരുന്തുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് കേരളോത്സവത്തിൽ കായിക ഇനത്തിൽ പങ്കെടുത്ത 19 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.